ഇനി തിരുവനന്തപുരത്ത് കവടിയാർ കൊട്ടാരത്തിലേക്ക്. അവിടെ നിന്ന് ഇന്നലെ കുറച്ച് അതിഥികളെത്തി. പശ്ചിമഘട്ട വനാന്തരങ്ങളിൽ താമസിച്ചു വരുന്ന ആദിവാസി വിഭാഗമായ കാണി സമുദായക്കാരാണ് കവടിയാർ കൊട്ടാരത്തിലെത്തിയത്. എല്ലാ ഓണക്കാലത്തും പതിവ് തെറ്റിക്കാതെ ഇവർ കൊട്ടാരത്തിലെത്തും. വിശേഷങ്ങൾ പങ്കുവച്ചും കാർഷിക വിളകൾ രാജകുടുംബാംഗങ്ങൾക്ക് സമ്മാനിച്ചുമാണ് കാടിൻ്റെ മക്കൾ മടങ്ങിപ്പോകുന്നത്. ഇവരുടെ കൊട്ടാര സന്ദർശനത്തിന് തിരുവിതാംകൂറിന്റെ ചരിത്രത്തോളം പഴക്കമുണ്ടെന്ന് പറയുന്നു. ഒന്നും ഇങ്ങോട്ട് അത്രയും പല മൃഗങ്ങളും തിന്നുകൊണ്ട് മരുന്ന് നെല്ല അങ്ങനത്തെ യാതൊരു ഒന്നും നമുക്ക് ജോലി ചെയ്ത് തിന്നാൻ നോക്കില്ല. പോത്ത് പിന്നെ മ്ലാവ് പന്നി ഇങ്ങനത്തെ ജന്തുക്കൾ വന്ന് നമ്മളെ കൃഷിയിലൊക്കെ നയിപ്പിക്കും. പിന്നെ ഞങ്ങൾക്ക് തിന്നണമെന്നുണ്ടെങ്കിൽ നാട്ടും പുറത്തുനിന്ന് വാങ്ങിക്കും. ചെന്ന് നോക്കണം ആന ഈറനൊക്കെ ചെയ്തിട്ടിങ്ങനെ വേറെ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ ഈറ വെട്ടുമ്പോൾ അതിൻ്റെ അവിടെ നിന്ന് ആനയെ കണ്ടുകൊണ്ട് ഓടി ഒരു 1-2 ഈറ കൊണ്ടുവന്നാണ് ഞങ്ങൾ ഈ വെട്ടിലൊക്കെ ചെയ്തത്. പണ്ടത്തെ രീതിയിൽ നടക്കും. ഇനി ഏത് കാലത്തോളം തപ്പി നമ്മളൊക്കെ ഞങ്ങൾ മണ്ണിനടിയാവും. നഗരത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അപ്പുറത്ത് അഗസ്ത്യാർകൂടം പേപ്പാറ വനപ്രദേശങ്ങളിലെ ആദിവാസി വിഭാഗക്കാരാണ് സംസാരിക്കുന്നത്. പറയാനുള്ളതത്രയും വന്യജീവി സംഘർഷങ്ങളും ജീവിത പ്രാരാബ്ധങ്ങളും. ആദിവാസി വിഭാഗത്തിലെ തന്നെ കാണി സമുദായത്തിൽപ്പെട്ടവരാണ് എല്ലാവരും. പലരും ഉൾക്കാട്ടിൽ നിന്ന് നഗരം കാണുന്നത് അപൂർവങ്ങളിൽ അപൂർവം മാത്രം. ഈ ദൂരമത്രയും താണ്ടി എല്ലാ വർഷവും അവർ കവടിയാർ കൊട്ടാരത്തിലെത്തും. മുളങ്കുറ്റിയിൽ നിറച്ച കാട്ടുതേൻ മുതൽ വാഴക്കുലകളും വള്ളിയൂഞ്ഞാലും വരെ രാജകുടുംബത്തിന് ഓണക്കാഴ്ചയായി സമർപ്പിക്കും. അപ്പൂപ്പ കാലത്തിൽ അവരുടെ കാലഘട്ടത്തിൽ ചെയ്തു വരണം ഒരു രാജാമ്മ കാലത്തിലുള്ള സർപ്പല കണക്ക്. ഒവ്വൊരു ആണ്ടുകാലങ്ങളും മന്നർ ആഴ്ചക്കാലത്ത് മന്നറുடைய വിളവ് കാര്യങ്ങൾ മന്നറായിട്ട് എങ്ങനെ സഹായിച്ച കാടും മലയും സെറ്റിൽമെൻറ്റും ആ ഭാഗത്തിൽ ചെയ്തു വരുന്ന കൃഷികളെല്ലാം എന്ത് നഷ്ട ഇടപാടില്ലാതെ നമ്മൾ കൊണ്ട് മിച്ചവും മീതിയായിട്ട് കാഴ്ചയിട്ട് പോകണം ചടങ്ങാണ്. കൊട്ടാരവളപ്പിലെ പഞ്ചവടിയിൽ തുടങ്ങി മഹാരാജാവിന്റെ കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതുവരെയുള്ള പരമ്പരാഗത ചടങ്ങുകളെല്ലാം ഇപ്പോഴും ഇവർ പിന്തുടരുന്നു. കാണി സമുദായക്കാരുടെ കൊട്ടാരവുമായുള്ള ബന്ധം തിരുവിതാംകൂറിന്റെ ചരിത്രവുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു. രണ്ടു മണിക്കൂറിലധികം കൊട്ടാരത്തിൽ ചിലവഴിച്ച ശേഷം സന്തോഷമടക്കം. ഇനി കൊട്ടാരത്തിലേക്കെത്താൻ അടുത്ത ഓണനാളിലേക്കുള്ള കാത്തിരിപ്പ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.